ഏതെങ്കിലും ഒരു മൂലയിൽ എനിക്കൊരു സ്ഥാനം നൽകണേ എന്നല്ല ചോദിക്കേണ്ടത്. റസൂലുള്ളാഹി അങ്ങനെയല്ല പഠിപ്പിച്ചത്. സ്വർഗത്തെ ചോദിക്കുമ്പോൾ ഏറ്റവും ഉന്നതമായ സ്വർഗം അൽ ജന്നത്തുൽ ഫിർദൗസ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു. പ്രവേശിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ വിശുദ്ധമായ ആയത്ത് സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് പറയുന്ന വിശുദ്ധമായ ആയത്തിലൂടെ തൊട്ടുടനെ അല്ലാഹു തആല പറയുന്നു, ആ സ്വർഗനിവാസികളോട് അല്ലാഹു തആല കൽപ്പിക്കും, കുലു വശ്റബൂ ഹനീഅം ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയാ. ആ സ്വർഗനിവാസികളോട് അല്ലാഹു തആല കൽപ്പിക്കും, കുലു വശ്റബൂ, നിങ്ങൾ തിന്നുകൊള്ളുക, നിങ്ങൾ കുടിച്ചുകൊള്ളുക. ഹനീഅം എന്താ പറയുന്ന ഈ ആയത്തിന്റെ തഫ്സീറായിട്ട് മഹാനവറുകൾ പറയുന്നുണ്ട്, കുലു വശ്റബൂ ഹനീഅം ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയാ. കഴിഞ്ഞ കാല ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് എനിക്ക് വേണ്ടി വിഭവങ്ങൾ നിങ്ങൾ മാറ്റിവെച്ചവരാണ്, ഭക്ഷണങ്ങൾ നിങ്ങൾ മാറ്റിവെച്ചവരാണ്, പാനീയങ്ങൾ സുഭിക്ഷമായ ഭക്ഷണവും സുഭിക്ഷമായ വെള്ളവും പാനീയങ്ങളോ നിങ്ങൾക്ക് യഥേഷ്ടമോടുകൂടി ഹലാലായ ഭക്ഷണത്തെ പോലും മാറ്റിവെച്ച സൃഷ്ടികളുണ്ടല്ലോ. നമ്മുടെ ജീവിതത്തിൽ, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അല്ലാഹു തആല ഹറാമിനെ അല്ലാഹു തആല മാറ്റി വെച്ചിട്ടുണ്ട്. അല്ലാഹു തആല ഹറാം ചെയ്യരുതേ, അത് നോമ്പിന്റെ സമയത്തും അല്ലാത്ത സമയത്തുണ്ട്. പക്ഷെ നോമ്പിന്റെ സമയങ്ങളിൽ അല്ലാഹു തആല നമുക്ക് അനുവദനീയമാക്കിയ കാര്യങ്ങളാണ് അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. അല്ലാഹു ഹലാലാക്കിയ ഭക്ഷണം മാറ്റിവെക്കുന്നുണ്ട്, അല്ലാഹു ഹലാലാക്കിയ വെള്ളം മാറ്റിവെക്കുന്നുണ്ട്, അല്ലാഹു ഹലാലാക്കിയ ഭാര്യ ഭർത്തൃ ബന്ധം മാറ്റിവെക്കുന്നുണ്ട് റമദാന്റെ പകലുകളിൽ. ഇങ്ങനെ അല്ലാഹു തആല അനുവദനീയമാക്കിയ കാര്യങ്ങൾ വരെ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് സംതൃപ്തമായ ഒരു പത്തരമാറ്റിന്റെ പരിപൂർണമായ മുത്തഖിയായി മാറുന്നതിനു വേണ്ടി അല്ലാഹു സജ്ജീകരിച്ചു വെച്ചിരിക്കുന്ന ആ സ്വർഗത്തിനു വേണ്ടി വിശുദ്ധരായ നോമ്പുകാർക്ക് വേണ്ടി റയ്യാൻ എന്ന വാതിലിലൂടെ കടന്ന് സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല സജ്ജീകരിച്ചു വെച്ചിരിക്കുന്ന ആ അനുഗ്രഹങ്ങളും അനുഭൂതികളും ആസ്വദിക്കാൻ നമ്മൾ ഇതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ മാറ്റിവെക്കണം, അതൊക്കെ മാറ്റിവെക്കണം. അല്ലാഹു അത്തരത്തിലുള്ള വിശുദ്ധരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനീങ്ങൾക്ക് ആശ്വാസമാണ് വിശുദ്ധമായ റമളാൻ. മുഅ്മിനീങ്ങൾക്ക് ആശ്വാസമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങളും പാപങ്ങളും പാപക്കറകളുമായാണ് നമ്മുടെ മനസ്സും ശരീരവും ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സൊന്ന് പൊളിച്ചു നോക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കൊരു പക്ഷേ കാണാൻ കഴിയില്ലെങ്കിലും ആത്മീയമായ ആ വിശുദ്ധമായ ഗ്രന്ഥങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൽ പാപങ്ങൾ കൊണ്ട് കറുത്തുപോയി. ദിവസവും പാപങ്ങൾ കൊണ്ട് രാവിലെ ഉണർച്ച മുതൽ രാത്രി ഉറക്കം വരെയുള്ള മുഴുവൻ സമയങ്ങളിലും എന്തെല്ലാം ചിന്തകൾ കൊണ്ട് മലീമസമായി നമ്മുടെ ഹൃദയങ്ങൾ, എന്തെല്ലാം വർത്തമാനങ്ങൾ കൊണ്ട്, അരുതായ്മകൾ കൊണ്ട്, വർത്തമാനങ്ങൾ കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ സംസാരങ്ങൾ മോശമായി പോയി, പാപത്തിലേക്ക് പോയി. എന്തെല്ലാം കേൾക്കാത്ത കാര്യങ്ങൾ, കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നമ്മുടെ ചെവികൾ കൊണ്ട് കേട്ടുപോയത്. നാം നടന്നു പോകാൻ പാടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് നടന്നു പോയിട്ടില്ലേ? ഞാൻ കൈകൊണ്ട് പിടിക്കാൻ അല്ലാഹു തആല പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ നാം പിടിച്ചു പോയിട്ടില്ലേ? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല വിശുദ്ധമായ ഒരു നോമ്പിന്റെ ചൈതന്യം എന്ന് പറയുന്നത് പട്ടിണി കിടക്കുന്നതിൽ മാത്രമല്ല, പട്ടിണി കിടക്കുന്നതിൽ മാത്രമല്ല. അവന്റെ നോമ്പ് എന്ന് പറയുന്നത് അവന്റെ ശരീരത്തിന്റെ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടാൻ, അവന്റെ ശരീരത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ആ നോമ്പിലൂടെ അവന്റെ ചെവിക്ക് നോമ്പാകണം, അവന്റെ കണ്ണിന് നോമ്പായിരിക്കണം, അവന്റെ വയറിന് നോമ്പായിരിക്കണം, അവന്റെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും നോമ്പായിരിക്കണമെന്ന ആ വിശുദ്ധമായ ഹദീസ് പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള നോമ്പുകാരന്റെ നോമ്പ് മാത്രമേ സാർത്ഥകമാകുകയുള്ളൂ, അർത്ഥമുള്ള നോമ്പായി മാറുകയുള്ളൂ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെയാ പഠിപ്പിച്ചത്. അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഏറ്റവും സുവർണ അവസരം. ഒരു കവി പറയുകയുണ്ടായി, മങ്കാന യഷ്കു ഇളമദാഇ ദുനൂബിഹി, മങ്കാന യഷ്കു ഇളമദാഇ ദുനൂബിഹി ഫൽയഅതി ഫീ റമളാന ബാബത്തുബീബിഹി. ആരെങ്കിലും തന്റെ പാപങ്ങളുടെ തന്റെ ചെയ്തികൾ ഓർമ്മിച്ചുകൊണ്ട്, ഞാൻ ചെയ്തു പോയ പാപങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് ഞാൻ വല്ലാതെ വ്യസനപ്പെടുകയാണ്, വേവലാതിപ്പെടുകയാണ്, ആവലാതിപ്പെടുകയാണ്, റബ്ബേ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയല്ല. അങ്ങനെ ആരെങ്കിലും പാപങ്ങളുടെ പേരിൽ വേദന കൊണ്ട് പുളയുന്നവരുണ്ടെങ്കിൽ ആ കവി പറയുന്നു, വിശുദ്ധമായ റമളാനാകുന്ന ഡോക്ടർ ഉണ്ട്, നിങ്ങളുടെ പാപങ്ങൾ മാറ്റിത്തരുന്ന.
ക്യാൻസർ പോലെ, അറ്റാക്ക് പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ മാരകമായ ഭൗതികമായ രോഗങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു പിടിക്കുന്നത് പോലെ ആത്മീയമായ ഒരുപാട് മാരകമായ രോഗങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ഹാർട്ടിന് പിടിച്ചിട്ടുണ്ട്, നമ്മുടെ ശരീരത്തിന്റെ ആന്തരികവും ബാഹ്യവുമായ അവയവങ്ങളിൽ പിടിച്ചിട്ടുണ്ട്. അതൊക്കെ മാറ്റാൻ വേണ്ടി, ആ പാപങ്ങളെ കഴുകിക്കളയാൻ വേണ്ടി, ഇൻജക്ട് ചെയ്തിട്ട് പരിപൂർണമായിട്ട് ആ പാപങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി നിങ്ങൾ കടന്നു ചെല്ലേണ്ടത് റമളാൻ കടന്നു വന്നിട്ടും ഒരു മനുഷ്യന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ വല്ലാത്ത പാതകമാണ് സംഭവിച്ചു പോയത്, വല്ലാത്ത അപകടമാണ് സംഭവിച്ചു പോയത്. അത്തരക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തെ തൊട്ട് അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് അവർ വിദൂരമാണ് എന്ന് വിശുദ്ധമായ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ, നമുക്ക് റഹ്മത്ത് ചൊരിക്കപ്പെടാൻ അല്ലാഹു തആല വിശുദ്ധമായ ഒരു മാസം നമ്മുടെ മുന്നിലേക്ക് നൽകിയിട്ട് ആ വിശുദ്ധമായ മാസത്തിന് വേണ്ടുവോളം സ്വാഗതം ചെയ്യാതെ, സ്വീകരിക്കാതെ, നന്മകൾ ചെയ്യാതെ വീണ്ടും പാതകങ്ങളിലേക്ക് കടന്നു പോകുന്ന മനുഷ്യന്മാരുണ്ടോ? അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് അവർ വിദൂരമാണ് എന്ന് വിശുദ്ധമായ ഗ്രന്ഥങ്ങൾ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ.